ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കാം. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയോഗിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേകം വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സ്വാർത്ഥത ഇന്ന് നമ്മുടെ സമൂഹങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും തകർച്ചകളിലേക്ക് നയിക്കുകയാണ്. ഈ സ്വാർത്ഥതയാണ് പല ധനമോഹത്തിൻ്റെ പിന്നിലും കടന്നു വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരുവൻ്റെ ഉള്ളിലെ സ്വാർത്ഥതയാണ് അവനെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുപോലും പിടിച്ചു പറിക്കണമെന്നുള്ള തോന്നലുകൾ കടന്നു വരാനായിട്ട് സാധിക്കുന്നത്. ഈ ഉപമയിൽ, ഈശോ പറഞ്ഞ ഉപമയിൽ മനോഹരമായൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ധനത്തിൻ്റെ പിന്നാലെ ഓടുന്നവൻ്റെ അന്ത്യം നിത്യനാശത്തിലാണ്. ഈ ഉപമ പറയുവാനായിട്ടുള്ള സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഒരുവൻ വന്നിട്ട് അവൻ്റെ പിതൃസ്വത്ത് സഹോദരനുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഈശോയോട് ആവശ്യപ്പെടുകയാണ്. അവൻ പറയുന്നത് എൻ്റെ പിതൃസ്വത്ത് എന്നാണ്, എൻ്റെ പിതാവിൻ്റെ സ്വത്ത്, എൻ്റെ പിതൃസ്വത്ത് എന്ന് പറയും. അവൻ അവകാശം പറയുകയാണ്. ഔദാര്യത്തെ അവകാശമായി കാണുന്ന ഒരു സ്വാർത്ഥ മനോഭാവം ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിതൃസ്വത്ത്, അതിൻ്റെ അവകാശം പറയുവാൻ പോലും അവന് അർഹതയില്ല. അതൊരു ഔദാര്യമാണ്. സഹോദരങ്ങളുമായി പങ്കുവയ്ക്കേണ്ട സ്നേഹത്തിൻ്റെ രീതിയിൽ പരസ്പരം കൊടുക്കുവാനായിട്ടുള്ളൊരു മനോഭാവത്തോടെ അർഹതപ്പെട്ടതൊക്കെ കൊടുത്ത് പങ്കുവയ്ക്കേണ്ട പിതൃസ്വത്തിനെ സ്വാർത്ഥതയോടെ അത് തനിക്ക് കൂടുതൽ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെ വാശി പിടിച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് അത് ഭാഗിച്ചു കൊടുക്കാനായിട്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബ ബന്ധങ്ങളിലൊക്കെ അകൽച്ചകൾ വരുവാൻ ഈ സ്വാർത്ഥത ഒരു കാരണമാണെന്ന് കാണാൻ സാധിക്കും. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 10-ലെ വചനം ഇപ്രകാരമാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുവാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുവാനും ഇടയായിട്ടുണ്ട്. മനുഷ്യനിന്ന് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ധനമോഹത്തിന് വേണ്ടി, കാരണം എന്തും ആരെയും പറ്റിച്ചും അവർക്ക് അർഹതപ്പെട്ടത് പോലും പിടിച്ചു പറിക്കുക, അതല്ലെങ്കിൽ തനിക്ക് അവകാശമല്ലാത്തതുപോലും തെറ്റായ വഴികളിലൂടെ കളവ് പറഞ്ഞ് നേടുക എന്നുള്ള ഒരു അവസ്ഥാവിശേഷം സമൂഹങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. നീതിപൂർവം പ്രവർത്തിക്കേണ്ട മേഖലകളിൽ പോലും ധനപരമായ സ്വാർത്ഥത, ധനത്തോടുള്ള ആസക്തി വന്നു കഴിയുമ്പോൾ മനുഷ്യൻ സ്വാർത്ഥതയിൽ പ്രവർത്തിക്കുന്ന കാണാൻ സാധിക്കും. ആസ്പത്രികളിൽ പോലും ഒരു രോഗിയെ ആസ്പത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ സീരിയസ് ആണെന്നറിയാം. കുറച്ച് മെഡിസിൻസ് കൊടുത്തിട്ട് ഡോക്ടർമാർക്കറിയാം ഈ രോഗി മരിക്കും, അതിന് യാതൊരു മാറ്റവുമില്ല. എങ്കിലും ആ രോഗിയെ കൊണ്ടുവന്ന ബന്ധുക്കളോട് പറയും, കുഴപ്പമില്ല, കുറച്ച് ദിവസം നോക്കാമെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത രീതിയിൽ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് അവസാനം ദിവസങ്ങൾ കഴിയുമ്പോൾ രോഗി മരിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നതാണ്, രോഗി മരിച്ചു, ഇത്ര രൂപ ബില്ലായി, 3 ലക്ഷം രൂപ ബില്ലായി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആ രോഗിയുടെ ആ മൃതശരീരം വിട്ടുകൊടുക്കണമെങ്കിൽ 3 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ അടച്ചേ മതിയാവൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് മനുഷ്യനിന്ന് സ്വാർത്ഥതയുടെ ആ മുഖം മൂടി അണിഞ്ഞ് ജീവിക്കുന്ന ജീവിതം കാണാനായിട്ട് സാധിക്കും.
ഇന്ന് ചുറ്റുപാടുകളിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ചില അടുത്ത കാലത്ത് ഒരു സഹോദരൻ പങ്കുവെച്ചത് ഇപ്രകാരമാണ്: അച്ഛാ, എൻ്റെ അപ്പനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പനെ ഹോസ്പിറ്റലൈസ്ഡായി. അപ്പോൾ തന്നെ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, വളരെ സീരിയസ് ആണ്, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, വെൻറ്റിലേറ്ററിൽ ഇടട്ടോ എന്ന് ചോദിച്ചു. ഈ സഹോദരൻ്റെ മകള് ഒരു നേഴ്സായതുകൊണ്ട് അവൾ ഈ അപ്പനോട് പറഞ്ഞു, അപ്പ വെൻറ്റിലേറ്ററിൽ ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് എന്താണെന്ന് നോക്കാം, ICUയിൽ ഇടാമെന്ന് പറയാം, ICUയിൽ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു. അവസാനം ഈ സഹോദരൻ പറഞ്ഞു, അപ്പനെ ICUയിൽ ഇട്ടാൽ മതി, വെൻറ്റിലേറ്ററിൽ അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് കാര്യം മനസ്സിലായി, അല്പം സീരിയസ് ആണ്, ഈ ഹോസ്പിറ്റലിൽ നിർത്തിയിരുന്നാൽ പറ്റുകയില്ല, അതുകൊണ്ട് എത്രയും വേഗം ഈ അപ്പനെയും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് നേഴ്സായ ഈ പെൺകുട്ടി ഈ അപ്പനോട് പറഞ്ഞു. അപ്പൻ ആ ഡോക്ടർ അധികാരികളോട് പറഞ്ഞു, ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്ത് അതിൻ്റെ എല്ലാ ബില്ലൊക്കെ അടയ്ക്കേണ്ട സമയമായപ്പോൾ ആ ബില്ല് ഇവർ വളരെ ഗൗരവമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ആ ബില്ലിൽ കുറച്ച് രൂപ വെൻറ്റിലേറ്ററിൻ്റെ എക്സ്പെൻസായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ നേഴ്സായിരുന്ന, മറ്റൊരു ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്ന ഈ മകള് ആ ഡോക്ടർ ആ ഷീറ്റ് വാങ്ങി ആ ബില്ല് മുഴുവനും നന്നായിട്ട് നോക്കിയപ്പോൾ ചെയ്യാത്തതിന് പോലും പണം പിടിക്കുന്ന മനോഭാവത്തോടെ വെൻറ്റിലേറ്ററിൽ ഇയാളെ ഇട്ടതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. അവർ ചെന്ന് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ വെൻറ്റിലേറ്ററിൽ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സോറി, തെറ്റിപ്പോയി എന്ന് പറഞ്ഞത് കട്ട് ചെയ്തു. ഇത് പാവപ്പെട്ട അറിയാത്ത ഒരു കുടുംബത്തിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ അവർ ഈ വെൻറ്റിലേറ്ററിൽ ഇടാത്ത രോഗിക്ക് അതിൻ്റെ പൈസയും കൊടുത്തിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വരുമായിരുന്നു. എന്നാൽ ആ നേഴ്സിംഗ് പഠിച്ച പെൺകുട്ടി ഈ കുടുംബത്തിലുണ്ടായിരുന്നത് കൊണ്ട് അവൾ വളരെ നയപരമായിട്ട് ഇടപെട്ടു. പ്രിയമുള്ളവരെ, ഇതിങ്ങനെയുള്ള അനേകം സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഔദാര്യത്തെ, ദൈവം തന്ന കൃപയെ സ്വാർത്ഥതയുടെ മനോഭാവത്തോടെ ജീവിക്കാനായിട്ട് എടുക്കുമ്പോൾ മറ്റുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായിട്ട് മാറും. സ്വാർത്ഥ മനോഭാവത്തിന് അടിമപ്പെട്ട വ്യക്തിയായിട്ട് നമ്മൾ തരം തേടാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ അവർ തിരിച്ചറിയണം, അവരുടെ നീതിപൂർവം പ്രവർത്തിക്കേണ്ടതാണ്. നീതിപൂർവം പ്രവർത്തിക്കേണ്ട സ്ഥാപനത്തിൽ അനീതി പ്രവർത്തിക്കുമ്പോൾ അത് അവരുടെ സ്വാർത്ഥതയാണ്. കൊളോസ്സുകാരുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 5 തിരുവചനം, അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇന്ന് മനുഷ്യൻ വിഗ്രഹ ആരാധകരായിട്ട് മാറുകയാണ്. ദ്രവ്യാസക്തി എന്ന വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ പോകുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, യേശുനാമം വിളിക്കുന്നുണ്ടാകാം. ധനമോഹം നിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയല്ല ആരാധിക്കുന്നത്, ധനമെന്ന വിഗ്രഹത്തെ ആരാധിക്കുന്ന സ്വാർത്ഥതയ്ക്ക് നീ അടിമപ്പെടുകയാണ്. കൊളോസ്സുകാരുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 6 പറയുകയാണ്, ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇത്രമാത്രം തിന്മകൾ, ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ ആത്മാർത്ഥതയോടെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ഞാൻ മറ്റുള്ളവരെ കവിളിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വാരി കൂട്ടിയിട്ടുണ്ടോ, സ്വരൂപിച്ച് വച്ചിട്ടുണ്ടോ? ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷി പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിലും അത് അവനെ പിരിയും, അവസാനം അവൻ വിഡ്ഢി ആവുകയും ചെയ്യും. നോക്കണം, വചനം പഠിപ്പിക്കുകയാണ്. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെപ്പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിത മധ്യത്തിൽ അത് അവനെ പിരിയും, അവസാനം അവൻ വിഡ്ഢിയായി തീരുകയും ചെയ്യും. സ്വാർത്ഥത മൂലം ഇന്ന് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. കുറച്ച് പണത്തിന് വേണ്ടി, കുറച്ച് പിതൃസ്വത്തിന് വേണ്ടിയൊക്കെ കലഹം സൃഷ്ടിച്ച് കുടുംബ ബന്ധങ്ങൾ ഇന്ന് തകരുന്ന അവസ്ഥയിൽ ഇന്ന് ചുറ്റുപാടുകളിൽ കാണുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ നോക്കി പരിതപിക്കുന്നുണ്ട്. കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 1 കൊറിന്തോസ് 4:7 പറയുക, നിനക്കെന്ത് പ്രത്യേക ആഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ദാനത്തെ ഔദാര്യമായി കാണുന്ന ഒരു ലോകം ഇന്ന് ചുറ്റുപാടുകളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ അറിഞ്ഞ ഒരു സംഭവമാണ്. ഞാൻ പോകുന്ന ഒരു നൊവേന പള്ളിയിൽ, അവിടെ എല്ലാ ദിവസവും രാവിലെ ഈ നൊവേനയുള്ള ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം അവിടെ നൊവേന നടക്കാറുണ്ട്. വലിയ ആൾക്കൂട്ടമാണ്, ഒത്തിരി പേര് അവിടെ വന്ന് പ്രാർത്ഥിക്കും. വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു നൊവേന പള്ളിയാണ്. അപ്പോൾ
അടുത്തുള്ള ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹം ഇവിടെ വന്ന് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. ആ നൊവേനയിലൊക്കെ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിനൊരു അനുഗ്രഹമൊക്കെ കിട്ടി. അദ്ദേഹം ഹോട്ടൽ നടത്തുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം വികാരി അച്ഛനോട് ചെന്ന് പറഞ്ഞു, അച്ഛാ, ആഴ്ചയിൽ ഈ നൊവേന നടക്കുന്ന ദിവസം രാവിലത്തെ നൊവേന പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാനൊരു നേർച്ച കൊടുക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹോട്ടലിൽ നിന്ന് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കാം, ഒരു നേർച്ചയായിട്ട്, ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കാം. അതെൻ്റെ ഒരു ഔദാര്യമായിട്ട് അച്ഛൻ കണക്കാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വികാരി അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, കാരണം നിങ്ങൾക്കിത് കൊടുക്കാനായിട്ട് സാമ്പത്തികമായ അവസ്ഥയുണ്ടെങ്കിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് കൊടുക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ എല്ലാ ആഴ്ചകളിലും ആ നൊവേന നടക്കുന്ന സെൻറ്ററിൽ നൊവേനയിൽ പങ്കെടുക്കുന്നവർക്ക് അത് കഴിഞ്ഞു പോകുമ്പോൾ ഇദ്ദേഹം ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കുക. വരുന്നവരെല്ലാം അത് വാങ്ങിച്ച് ഭക്ഷണം അത് പോകും. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ആൾക്കാർ വീട്ടിൽ ഇത് ഭക്ഷണമൊന്നും വയ്ക്കാതെ കൃത്യമായിട്ട് ഈ നൊവേനയിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകും. ഒരു വർഷത്തോളം ആകാറായപ്പോൾ അവിടെ വളരെ ഭയങ്കര പ്രശ്നങ്ങളായി, അസ്വസ്ഥതയായി. കാര്യം വികാരിയച്ഛൻ അന്വേഷിച്ചപ്പോൾ നൊവേനയിൽ വരുന്നവർ വീട്ടിലുള്ള പാത്രവുമായിട്ടാണ് വരുന്നത്. മറ്റൊന്നുമല്ല, വീട്ടിലെ കുടുംബത്തിലുള്ളവർക്ക് കൂടെ കുറച്ച് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കൊണ്ടു കൊടുക്കാമെന്ന് കരുതി അവർ വീട്ടിലുള്ള ചിലർ പാത്രങ്ങളുമായിട്ട് ചിലർ വരാൻ തുടങ്ങി. ഇതൊരു പ്രശ്നമായിട്ട് മാറി. അപ്പോൾ ഇവർ ആദ്യം കയറി ലൈനിൽ നിന്നിട്ട് ഇവർക്കുള്ളത് വാങ്ങിച്ചിട്ട് ഇവർ ഈ പാത്രവും കാണിച്ചിട്ട് പറയും, കുറച്ച് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണം. അപ്പോൾ ഇത് വിതരണം ചെയ്യുന്ന വ്യക്തി പറഞ്ഞു, ഒത്തിരി ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നതല്ലേ, അവർക്കെല്ലാം കിട്ടിയതിന് ശേഷം മിച്ചമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം. അത് പറഞ്ഞത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവർ പറഞ്ഞു, പറ്റൂല, ഞങ്ങൾ ലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്, ഇത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അവിടെ അവസാനം വാക്കുതർക്കമായി. ഈ ഔദാര്യത്തെ അവകാശം എന്നുള്ള മനോഭാവത്തോടെ അവരിൽ ചിലർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ആശയക്കുഴപ്പവും പ്രശ്നങ്ങളുമായി. വികാരിയച്ഛന് അത് വല്ലാത്തൊരു അസ്വസ്ഥതയായി. വികാരിയച്ഛൻ ചെന്ന് ഈ നേർച്ച കൊടുക്കുന്ന വ്യക്തിയോട് ചെന്ന് പറഞ്ഞു, ഇനി ഇത് ഇങ്ങനെ കൊടുത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇപ്പോൾ പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങൾ പോലും നമ്മൾ സ്വാർത്ഥപരമായി നിലപാടെടുക്കുമ്പോൾ അവിടെ അത് നഷ്ടപ്പെടുത്താൻ കാരണമുണ്ടെന്ന് ഈ ഒരു സംഭവം പഠിപ്പിക്കുകയാണ്. ഇവരെന്താ ചെയ്യേണ്ടത്? ദേവാലയത്തിൽ വന്ന് നൊവേനയിൽ പങ്കെടുത്ത് അവർക്കുള്ളത് ഭക്ഷിച്ചിട്ട് പോയാൽ, അല്ലെങ്കിൽ ഒന്ന് കാത്തിരിക്കാം, എല്ലാവർക്കും കിട്ടിയതിന് ശേഷം മിച്ചമുണ്ടെങ്കിൽ അത് മതി എന്ന് പറയേണ്ടിടത്ത് ഞങ്ങൾക്കിപ്പോൾ തന്നെ കിട്ടണം എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ പ്രശ്നങ്ങളുണ്ടാകും. കാരണം വീട്ടിലുള്ളവർക്കും കൂടെ നേർച്ച എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈനിൽ നിൽക്കുന്ന എല്ലാവർക്കും കിട്ടില്ല. അതറിയാവുന്നത് കൊണ്ടാണ് ഇത് ഔദാര്യമായി കൊടുക്കുന്ന വ്യക്തി അവരോട് പറഞ്ഞത്, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിൽ തരാം. അത് പറ്റില്ല, ഞങ്ങൾക്കിപ്പോൾ തന്നെ കിട്ടണം. ഔദാര്യത്തെ അവകാശമായി കാണുന്ന ഒരു ലോകം ഇന്ന് ചുറ്റുപാടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, പിതൃസ്വത്ത് പങ്കുവയ്ക്കുവാനായിട്ട് ഈശോയോട് വന്ന് പറഞ്ഞ ഈ മനുഷ്യൻ്റെ മനോഭാവം ഇതാണ്. പിതാവിൽ നിന്ന് ലഭിച്ച ഈ ഔദാര്യത്തെ ഔദാര്യമായി കാണാതെ അവകാശമെന്നുള്ള മനോഭാവത്തോടെ ധാർഷ്ട്യം പിടിച്ചപ്പോൾ അത് പങ്കുവയ്ക്കുവാനായിട്ടുള്ള മനോഭാവം ഇവന് നഷ്ടപ്പെട്ടു. സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടു. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് തന്നെ മുഴുവനും കിട്ടണം. സുഭാഷിതങ്ങളുടെ ആ പുസ്തകത്തിലൊക്കെ നമ്മൾ മനോഹരമായ ധനസമ്പാദനത്തിൻ്റെ പിന്നാലെ ഓടിയാൽ വരുന്ന തകർച്ചകളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് സ്വാർത്ഥത ചുറ്റുപാടുകളിൽ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. കായേലിൻ്റെ മനോഭാവമാണ് ഇന്ന് പലപ്പോഴും. കായേൽ അവൻ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞ് ആബേലിനെ കൊന്നു കഴിയുമ്പോൾ ദൈവം കായേലിനോട് ചോദിക്കുകയാണ്, കായേൽ, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? കായേൽ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? ഇന്ന് സഹോദരൻ്റെ കാവൽക്കാരനാകാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ സ്വാർത്ഥത തന്നെയല്ലേ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 26 ധാന്യം പുകഴ്ത്തി വയ്ക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവനെ അവൻ അനുഗ്രഹമാകും. കാരണം ഇന്ന് ധാന്യങ്ങൾ പോലും പുകഴ്ത്തി വയ്ക്കുന്ന സ്വാർത്ഥതയുണ്ട്. ചുറ്റുപാടുകളിൽ വിതരണം ചെയ്യേണ്ട ധാന്യങ്ങൾ പോലും ലാഭം കൊയ്യുവാനായി മറ്റുള്ളവർ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് പുകഴ്ത്തി വയ്ക്കുന്നവരെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൊടുക്കണ്ട, ഇപ്പോൾ കൊടുത്താൽ കുറച്ച് കാശേ കിട്ടൂ, അല്പം ദൗർബല്യമുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയത്ത് ഇത് വിൽക്കുമ്പോൾ കൂടുതൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ച് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ സ്വാർത്ഥതയോടെ പിടിച്ചു വയ്ക്കുന്ന ജീവിതങ്ങളെ കാണാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്നവനെ മോചിപ്പിക്കുക, കൊലക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നവനെ രക്ഷപ്പെടുത്തുക, ഞാനിതറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കില്ലേ?
നമ്മുടെ സ്വാർത്ഥത മൂലം എനിക്കിതൊന്നും അറിയില്ല, ഞാനിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റുകയില്ല. സുഭാഷിതങ്ങൾ 28-27 പറയുക, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല, അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും. ചുറ്റുപാടുകളിൽ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വേദനയിൽ കഴിയുന്ന അനേകരുണ്ട്. ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാതെ വിഷമിച്ച് ജീവിക്കുന്ന ജീവിതങ്ങളുണ്ട്. തങ്ങളുടെ കഷ്ടപ്പാടിൽ രോഗശാന്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഡോക്ടറിനെ കാണുവാനായിട്ടൊക്കെ വരുമ്പോൾ അവരിൽ നിന്ന് ഭീമമായ പൈസ നമ്മൾ ഈടാക്കുമ്പോൾ അവരുടെ ആ സമ്പത്ത് തട്ടിയെടുക്കുവാനായിട്ട് ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ നടത്തണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, കാണുന്ന ഒരു ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് പലരും ഈ സ്വാർത്ഥത വെച്ച് മക്കൾക്ക് വേണ്ടി സമ്പാദ്യം വാരിക്കൂട്ടും. പക്ഷെ മക്കൾക്ക് അത് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മക്കളുടെ ജീവിതങ്ങൾ തകർന്നു പോയ അനുഭവങ്ങൾ ഒത്തിരിയേറെയുണ്ട്. സ്വാർത്ഥതയാണ് ഇന്ന് കുടുംബങ്ങളിലെ ആ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും തടസ്സം സൃഷ്ടിക്കുന്നത്. സ്വാർത്ഥനായ മനുഷ്യൻ വിചാരിക്കുന്നത് എന്താണ്? ഞാൻ വാരിക്കൂട്ടി കഴിഞ്ഞാൽ അതെനിക്കൊരു അനുഗ്രഹമായിട്ട് മാറും, അത് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഒരു അനുഗ്രഹമായി അല്ലെങ്കിൽ അവരുടെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി മാറുമെന്ന് വിചാരിച്ചാണ് ഇവർ വാരിക്കൂട്ടുന്നത്. പക്ഷേ ഈ വാരിക്കൂട്ടുന്നത് അനുഭവിക്കുവാൻ തലമുറയ്ക്ക് കഴിയാതെ അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഇന്ന് കുടുംബങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ 6-5 കാണുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കണ്ട് കർത്താവിൻ്റെ മനസ്സ് വേദനിച്ചു എന്ന് പറയുകയാണ്. സങ്കീർത്തനത്തിൽ കാണുന്നില്ലേ, എല്ലാം കാണുന്ന ഒരു ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും ദൈവം കാണുന്നുണ്ട്. ഈ സ്വാർത്ഥതയല്ലേ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതുപോലും കവർന്നെടുക്കണമെന്നുള്ള ചിന്ത. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ 1-9 കാണുകയാണ്, നിങ്ങൾ ഏറെ നേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ പിന്നിൽ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് വലിച്ചു പിടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആലയത്തെ നമ്മൾ തകർക്കുകയാണ്. കർത്താവിൻ്റെ ആലയമെന്ന് പറയുന്നത് കല്ലും സിമൻറ്റും കൊണ്ട് കെട്ടിപ്പൊക്കുന്ന ഒരു സ്ട്രക്ചറല്ല ആലയം. കർത്താവിൻ്റെ ആലയമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും കർത്താവിൻ്റെ ആലയമാണ്. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ? അസീസിയിലെ ഫ്രാൻസിസ് സാൻ ഡാമിയാനോ ദേവാലയത്തിലെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്രൂശിത രൂപത്തിലെ ഈശോ ഫ്രാൻസിസിയോട് സംസാരിച്ചു, നീ എൻ്റെ ദേവാലയം പുതുക്കി പണിയുക. ഫ്രാൻസിസ് അസീസി ആദ്യം തെറ്റിദ്ധരിച്ചു, ഒരു കല്ലും സിമൻറ്റും കൊണ്ട് കെട്ടുന്ന ദേവാലയമായിരിക്കാമെന്ന് കരുതി 2-3 ദേവാലയങ്ങളൊക്കെ പുതുക്കി പണിഞ്ഞു. എന്നാൽ ഈശോ വളരെ വ്യക്തമായിട്ട് ഫ്രാൻസിസിന് ബോധ്യം കൊടുത്തു, ഞാൻ ഉദ്ദേശിച്ചത് ഈ കല്ലും മണ്ണും കൊണ്ട് സിമൻറ്റും കൊണ്ട് കെട്ടിപ്പൊക്കുന്ന ദേവാലയമല്ല, മനുഷ്യരുടെ ശരീരമാകുന്ന ദേവാലയം. ഓരോ മനുഷ്യൻ്റെയും ജീവിതമാണ് ആ ദേവാലയമായിട്ട് ഈ ദൈവം കാണുന്നത്. അപ്പോൾ നമ്മൾ അനീതിപരമായിട്ട് നമ്മൾ സമ്പത്ത് വാരിക്കൂട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ദേവാലയങ്ങളെ നമ്മൾ കൊള്ളയടിക്കുന്നുണ്ടോ? മനുഷ്യജീവിതങ്ങളെ തകർത്തിട്ടാണോ ഏതെങ്കിലുമൊക്കെ വ്യക്തികളിലെ അവരിൽ നിന്ന് നമ്മൾ പൈസ പിടിച്ചെടുക്കുമ്പോൾ തിരിച്ചറിയണം, നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തെയാണ് തകർക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തെയാണ് തകർക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊന്നും കുഴപ്പമില്ല എന്ന്. അവസാനം നമ്മൾ പറയും, ഞാൻ അങ്ങനെ ആരെയും തകർത്തിട്ടില്ലല്ലോ കർത്താവേ, നിൻ്റെ ആലയത്തെ ഞാൻ തകർത്തില്ലല്ലോ, നിനക്ക് ഞാൻ വാരിക്കൂട്ടി സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് ദശാംശം പള്ളിക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, പള്ളിയിലെ നേർച്ചയ്ക്കും പള്ളിയിലെ തിരുനാൾ നടത്താനും ഒക്കെ ഞാൻ ലക്ഷങ്ങൾ തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ദൈവം അതിൽ സംപ്രീതനാവുകയില്ല. കാരണം നീ അനീതിയുടെ ജീവിതം നയിച്ച് പാവപ്പെട്ടവനിൽ നിന്ന് പിടിച്ചു പറിച്ച് വാരിക്കൂട്ടി വളർന്ന് പന്തലിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ ദശാംശം എന്നുള്ള രീതിയിൽ ദൈവത്തിനായിട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ പള്ളിയിൽ കൊണ്ട് കൊടുത്താൽ കർത്താവ് പറയും, നിങ്ങൾ എൻ്റെ ആലയത്തെ തകർത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തകർച്ച വരുത്തിയത്. നിങ്ങളേറെ നേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാനത് ഊതിപ്പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി, സ്വാർത്ഥതയെ പ്രതി, സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി വ്യഗ്രത കൂട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ.
നമ്മൾ സ്വാർത്ഥതയോടെ നമ്മുടെ ഭവനത്തെ വളർത്തുവാൻ വർദ്ധിപ്പിക്കുവാനായി നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കവർന്നെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ കവർന്നെടുക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ആലയമാണെന്ന് നീ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ആലയത്തോട് നീ നിന്ദാപരമായി പ്രവർത്തിച്ചിട്ട് നീ എത്ര സമ്പാദ്യം നേടിയാലും അത് ഉപകരിക്കുകയില്ല. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നീ ഒരു ഡോക്ടറാകാം, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ഉന്നത സ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാകാം. നീ മറ്റുള്ളവരോട് ചെയ്യുന്നത് കർത്താവിൻ്റെ ആലയത്തോട് ചെയ്യുന്നതാണെന്ന് ഈ വചനം പഠിപ്പിക്കുകയാണ്. സക്രിയയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം 8 പറയുകയാണ്, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ. നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമാണോ? നമ്മൾ നേടുന്നത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമ്മുടെ സ്വാർത്ഥത തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് കഴിയണം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 10, നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കുവാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നുവെങ്കിൽ. അനീതിപരമായി ജീവിച്ചിട്ട് സ്വാർത്ഥപരമായി സമ്പാദ്യങ്ങൾ വലിച്ചുവാരി കൂട്ടി വെച്ചിട്ട് നമ്മൾ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് നമ്മൾ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ നോക്കി പരിതപിച്ചിട്ട് പറയും, ഈ ദേവാലയത്തിൻ്റെ വാതിൽ ആരെങ്കിലും അടച്ചിരുന്നുവെങ്കിൽ. കാരണം ദൈവം അങ്ങനെയുള്ള ആ ബലികളും അങ്ങനെയുള്ള പ്രാർത്ഥനകളും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ബലഹീനരെ സഹായിക്കുക, സ്വാർത്ഥത വെടിഞ്ഞ് ബലഹീനരെ സഹായിക്കുക. റോമ 10:1, ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്, നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല വേണ്ടത്. കാരണം എന്നിൽ സ്വാർത്ഥതയുണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വചനം ഒന്ന് ധ്യാനിച്ച് വായിച്ചാൽ മതി. ഇപ്പോൾ വചന ശുശ്രൂഷ ശാലോം TV-യിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ വീട്ടിലെ ദൈവവചനം എടുത്ത് വേദപുസ്തകം എടുത്ത് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വചനം നീ ഒന്ന് ശാന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ആ വചനത്തിലൂടെ നിനക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും, എൻ്റെ ഉള്ളിൽ സ്വാർത്ഥതയുണ്ടോ, നിൻ്റെ ജീവിതത്തിൽ സ്വാർത്ഥതയുണ്ടോ? ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാകണം. വചനം ഇപ്രകാരമാണ്, അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ഭാഗ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ തിന്മകൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിൻ്റെ സ്വാർത്ഥതയുടെ അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തിന്മകളെ മാറ്റി നിർത്താനായിട്ട് കഴിയണം. ഈ തിന്മകൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിയാൽ നീ നിസ്വാർത്ഥനായ യഥാർത്ഥ ഭക്തനായി, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറാനായിട്ട് സാധിക്കും. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 17, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുകയാണെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ചുറ്റുപാടുമുള്ളവരുടെയൊക്കെ നൊമ്പരങ്ങൾ, വേദനകൾ കണ്ടിട്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള മനോഭാവത്തോടെ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് നമ്മൾ ഓടുന്നുണ്ടോ എങ്കിൽ അത് നമ്മൾ തിരുത്താൻ തയ്യാറാകണം. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ നമ്മൾ കൊള്ളയടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട് നമ്മൾ പിടിച്ചു വാങ്ങുമ്പോൾ കർത്താവിൻ്റെ ആലയത്തെ തന്നെയാണ് നമ്മൾ കീറി മുറിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യന് കൊടുക്കേണ്ട വിശുദ്ധമായ സ്ഥാനവും മനുഷ്യന് കൊടുക്കേണ്ട ആ പ്രാധാന്യവും നമ്മൾ കൊടുത്ത് ജീവിക്കണം. അതല്ലെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിൽ കണക്ക് ചോദിക്കും. ഫിലിപ്പിയരുടെ ലേഖനത്തിലെ 2-ാം അധ്യായം 4-ലെ വചനം പറയുക, ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം. സ്വാർത്ഥനായ മനുഷ്യൻ അവൻ സ്വന്തം താല്പര്യം മാത്രം പരിഗണിച്ചാൽ മറ്റുള്ളവരെ അവൻ അവഗണിച്ചുകൊണ്ടിരിക്കും. ഉപമയിൽ നമ്മൾ കണ്ടു, പിതൃസ്വത്ത് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ വന്ന് പറയുമ്പോൾ അവൻ മറ്റുള്ളവരെ അല്ല പരിഗണിക്കുന്നത്, അവൻ്റെ കാര്യം മാത്രമാണ്. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടണം, അത് വാരി കൂട്ടണം, വർദ്ധിപ്പിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമാകാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ പറയുകയാണ്, ഗലാത്യരുടെ ലേഖനത്തിൽ 6-ാം അധ്യായം 7-ാം വാക്യം, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. ക്രിസ്തുവിൻ്റെ നിയമം മറ്റൊന്നുമല്ല, സ്വാർത്ഥത വെടിഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞ ആ ക്രിസ്തുവിൻ്റെ ആ നിയമമാണ് നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടത്. സ്വാർത്ഥത വെടിഞ്ഞ് പരസ്പരം ഭാരങ്ങൾ വഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം.
ഈശോ മുഴുവനും കൊടുക്കുന്ന ജീവിതമായിരുന്നു. അവൻ കുരിശിൽ കിടക്കുമ്പോഴും അവനുള്ളത് മുഴുവനും സർവ്വവും കൊടുത്തു. പ്രിയമുള്ളവരെ, സ്വാർത്ഥതയിൽ നിന്ന് നമുക്ക് മാറി നടക്കാം. നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാകാം. ചെറിയ ലാഭത്തിന് വേണ്ടി നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളെ മലിനമാക്കാതിരിക്കാം. ചെറിയ ലാഭത്തിന് വേണ്ടി, ചെറിയ സന്തോഷത്തിന് വേണ്ടി, ചെറിയ സുഖത്തിന് വേണ്ടി സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ മലിനമാക്കാതിരിക്കാം. മറ്റുള്ളവരുടെ ജീവിതത്തെ വേദനിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ആലയത്തെ തന്നെയാണ് നീ വേദനിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നിസ്വാർത്ഥമുള്ള മനസ്സാക്ഷിയുള്ള വ്യക്തിത്വങ്ങളായിട്ട് മാറാം. ഒരു നിമിഷം നമുക്കതിനായി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ സ്വാർത്ഥരാകുമ്പോഴാണല്ലോ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ അസ്വസ്ഥതയ്ക്കും തകർച്ചകൾക്കും വിഭാഗീയതയ്ക്കും പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ അവരനെ പരിഗണിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുവാനും അവരനെ സ്നേഹിക്കുവാനുമുള്ള മനോഭാവം ഞങ്ങളിൽ നിലനിർത്തണമേ. ഒരുവൻ മറ്റൊരുവനോട് ചെയ്യുന്നത് അത് ദൈവത്തോട് തന്നെ ചെയ്യുന്നതാണെന്നുള്ള അവബോധം ഞങ്ങളിൽ നിലനിർത്തണമേ. സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥമായി ജീവിക്കുവാനും ഞങ്ങൾക്കുള്ളത് അർഹതപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.